അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു ലോക ആഫിയത്തും സലാമത്തും ജന്നത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് അൻവാർ എഫ്എസിൻ്റെ കുടുംബം അല്ലാഹു സന്തോഷം തരട്ടെ. കമൻറ്റിൽ സന്തോഷം പറയുന്ന, അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. റജബും ശഅബാനും ബറക്കത്തിലാക്കി റമളാനിലേക്ക് ആഫിയത്തോടെ എത്തിക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് റജബിൻ്റെ ഏറ്റവും പോരിശയാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിലെ ഒരു ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസത്തിലേക്ക് നമ്മൾ ചേരാൻ പോവുകയാണ്. അതായത് ഇന്നത്തെ മഗ്രിബ് വാങ്കോടെ കയറി വരുന്നത് ഞായറാഴ്ച രാവാണ്. ഞായറാഴ്ച രാവ് എന്ന് പറയുന്ന ഉസ്താദ് എന്താ പറയുന്നത്? തിങ്കളാഴ്ച രാവ്, വെള്ളിയാഴ്ച രാവ്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ ഞായറാഴ്ച രാവ് എന്താ? ശനിയാഴ്ച അസ്തമിച്ച രാത്രി. ഇതെൻ്റെ പ്രത്യേകത. അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ സാധാരണ മിസ് ചെയ്യുന്നൊരു രാവാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച, സൺഡേ എന്ന് പറയുന്ന ഹോളിഡേ, അങ്ങനെയൊരു കോമൺ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണല്ലോ നമുക്കെല്ലാം ഉള്ളത്. അതിന് പ്രത്യേകിച്ചൊരു പ്രത്യേകതയൊന്നുമില്ല. ഇന്ന് പ്രത്യേകത ഉണ്ടെന്നാണ് പുണ്യ റസൂൽ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇന്ന് പറയാനുള്ള കാരണം, ഇത് നാളത്തെ ക്ലാസ്സിലാകുമ്പോൾ ഒരുപാട് പേർക്ക് നഷ്ടമാവും. നാളത്തെ സൂര്യോദയ നേരം, ഉദയനേരം, ആ മിനിറ്റൊന്ന് കണക്കാക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും നാട്ടിൽ നിസ്കാര കലണ്ടർ നോക്കി സമയം നോക്കിയിട്ട് നമ്മുടെ ഉദയം എത്ര മണിക്കാന്ന് നോക്കാം. ആ ഉദയനേരം പൊന്നായ നേരമാണ്, ഞായറാഴ്ചത്തെ ഉദയനേരം. നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത്. ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം കേവലം ഒരു ഹോളിഡേ ആണ്, വർക്കില്ലാത്ത ദിവസമാണ് എന്ന് പറഞ്ഞങ്ങനെ കണ്ടാൽ പോരാ. ഞായറാഴ്ചക്ക് ബെനിഫിറ്റുകൾ എമ്പാടും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞായറാഴ്ചയെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്തത് യൗമു ഖറസിൻ വ ഇമാറ എന്നാണ്. യൗമു ഖറസിൻ വ ഇമാറ, അതായത് കൃഷി, ഒരു വിത്തിറക്കാൻ, ഒരു ചെടി നടാൻ. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെടി നട്ടുപിടിപ്പിക്കാൻ അതിൻ്റെ തുടക്കം ഏത് ദിവസമാണ്? ഏറ്റവും ബറക്കത്തുള്ള ദിവസം ആ ചെടി നടാൻ തുടങ്ങണം. ഇല്ലാത്ത പോലീശയും ബറക്കത്തും ഉണ്ടാവും. അതിൽ പിന്നെ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ടാവും. ഞായറാഴ്ചയാക്കണം എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു കൃഷി അല്ലെങ്കിൽ ഒരു ചെടി, ഒരു വൃക്ഷം നടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാകണം? ഞായറാഴ്ചയാണ് ഏറ്റവും നല്ലത്. ബാക്കിയുള്ള ദിവസം പറ്റില്ല എന്നല്ല, ഏറ്റവും പെർഫെക്റ്റ് ഞായറാഴ്ചയാണ്. വൈമാറ, ഒരു ബിൽഡിങ്, വീടിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ കെട്ടിടത്തിൻ്റെയോ പണി തുടങ്ങാൻ പോവുക, സ്റ്റാർട്ടിങ്, അത് ഞായറാഴ്ച. അത് തുടങ്ങുക. എന്തുകൊണ്ടാണ്? യൗമുൽ അഹദാണ് ഞായറാഴ്ച, ആദ്യ ദിവസം. ഞായറാഴ്ചക്ക് അറബിയിൽ പറയുന്ന പേരെന്താ? ഞായറാഴ്ചക്ക് ഞായർ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, നമുക്കറിയാം. പിന്നെ ഞായറാഴ്ചക്ക് ഇംഗ്ലീഷിൽ സൺഡേ എന്ന് പറയും, അത് നമുക്കറിയാം. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ അറിയേണ്ടത് ഹിജ്രി കലണ്ടറിൽ അല്ലെങ്കിൽ അറബിക് ഞായറാഴ്ചക്ക് എന്താ പേര്? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം, അല്ലാതെ പറയാൻ പറ്റില്ല അല്ലേ? ഞായറാഴ്ചക്ക് അറബിയിൽ പറയുന്ന പേരെന്താ? യൗമുൽ അഹദ്, ഒന്നാമത്തെ ദിവസം എന്നാണ്. ഒന്നാമത്തെ ദിവസം, ആദ്യ ദിവസം. അപ്പോൾ തിങ്കളാഴ്ചക്കോ യൗമുൽ ഇത്നൈൻ, രണ്ടാമത്തെ ദിവസം. ചൊവ്വാഴ്ചക്കോ യൗമുൽ സുലസ, മൂന്നാമത്തെ ദിവസം. ബുധനാഴ്ചക്കോ യൗമുൽ അർബിഅ, നാലാമത്തെ ദിവസം. വ്യാഴാഴ്ചക്കോ യൗമുൽ ഖമീസ്, അഞ്ചാമത്തെ ദിവസം. ഇതെന്താ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത്? അപ്പോൾ ഒന്നാമത്തെ ആദ്യം ദിവസങ്ങൾ തുടങ്ങുന്ന എവിടെയാണ്? വെള്ളിയാഴ്ച നമ്മൾ വിചാരിച്ചതല്ല, തിങ്കളാഴ്ചയാണോ? അല്ല, ഞായറാഴ്ചയാണ് യൗമുൽ അഹദ്. അതെന്താ? ആകാശഭൂമികളെ, പ്രപഞ്ചലോകത്തെ അള്ളാഹു പടച്ച ദിവസം, അതിൻ്റെ പണി തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു, പടച്ച ദിവസം എന്ന ഞായറാഴ്ചയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്, ഹദീസിലൊക്കെ കാണാം. അപ്പോൾ ഒന്നാമത്തെ, ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ ദിവസമാണ് ഞായറാഴ്ച. നമ്മൾ ബാക്കിലേക്ക് നിർത്തേണ്ട ദിവസമല്ല. അപ്പോൾ ഞായറാഴ്ചയിൽ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്, നമുക്ക് പ്രത്യേകതകളുണ്ട്. അന്ന് ബിൽഡിംഗ് പണിയാനും അതേപോലെ കൃഷി, ചെടികൾ നട്ടുപിടിപ്പിക്കാനും പറ്റിയ ദിവസമാണ് എന്ന് നമുക്ക് കാണാം. ഈ ഞായറാഴ്ചയിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുആക്ക് വലിയ ഇജാബത്തുണ്ട്. ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ ഞായറാഴ്ച എത്ര മണിക്കാണോ നമ്മളുടെ ഉദയം ഉള്ളത്, ആ സമയത്ത് നമ്മൾ ഉണർന്നിരുന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള പീരീഡ്സിൻ്റെ സമയം ഉണ്ടാവും, നിസ്കരിക്കാൻ പറ്റാത്ത മൂവ്മെൻറ്റ് സഹോദരിമാർക്കുണ്ടാവും. ഇതൊന്നും വിഷയമല്ല, എല്ലാവർക്കും കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഓരോ നാട്ടിലും ഉദയം വ്യത്യാസം ഉണ്ടാവും, സൂര്യോദയം. അത് നമ്മുടെ കലണ്ടർ നോക്കിയിട്ട്, നിസ്കാര സമയത്തിൻ്റെ പട്ടിക നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുക ഉദയം എപ്പോഴാണ്, നാളത്തെ ഉദയം. ആ ഉദയ നേരത്ത് നമ്മൾ ഉണർന്നിരുന്ന് അൽഹംദുലില്ലാഹ് ഒരു 10 വട്ടം പരിശുദ്ധമായ ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക 10 വട്ടം. എന്നിട്ട് ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് നമ്മുടെ എല്ലാ കാര്യവും ചോദിക്കുക. തീർച്ചയായും ഹാജാത്തുകൾ,
ആവശ്യങ്ങൾ ആ ഒറ്റ നന്മ കൊണ്ട് പെട്ടെന്ന് ഹാസുലാക്കിയെടുക്കാം എന്ന് പ്രിയപ്പെട്ടവരെ കിതാബുകളിൽ കാണാം, മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർമ്മ വേണം, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ അല്ലാഹു സൂറത്ത് ഒരു 10 വട്ടം നമുക്ക് പാരായണം ചെയ്യാം. ഇപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ദുആ ചെയ്യുന്നതിന് വിരോധമില്ല. ഏത് പീരീഡ്സിൻ്റെ സമയത്ത് ദുആ ചെയ്യാം. പക്ഷേ ഖുർആൻ ഓതാൻ പറ്റൂലല്ലോ, ഹറാമാണ്. ഖുർആനാണ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് ഒരക്ഷരം പോലും ഓതാൻ പറ്റൂല. എന്നാൽ വേണമെങ്കിൽ അവർക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടുന്നൊരു പുണ്യ ദിക്ർ എന്നുള്ള നിയ്യത്തിൽ അവർക്കും 10 വട്ടം വേണമെങ്കിൽ ഓതാവുന്നതാണ്. ഇനി ഒരാൾക്ക് മനസ്സ് വരുന്നില്ല, അങ്ങനെ ഓതാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു നിയ്യത്ത് വെച്ച് ഓതാൻ പറ്റുന്നില്ല, ഖുർആനാണെന്നുള്ള ബഹുമാനത്തോടെ പറ്റും, കുഴപ്പമില്ല. ഒരു 10 സ്വലാത്ത്, അതിന് പ്രത്യേകത ഉണ്ടല്ലോ. 10 സ്വലാത്ത് രാവിലെ ചൊല്ലുന്നവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഉറപ്പാണെന്നല്ലേ, അദറക്തുഹു ശഫാഅത്തി എന്നല്ലേ, ഭയങ്കര പവറാണ്. ദുആക്ക് വിജാബത്ത് കൂടും. അപ്പോൾ ഒരു 10 സ്വലാത്ത് അത്തരം ആളുകൾക്ക് ചൊല്ലിയിട്ട് പറ്റുന്നവർക്കൊക്കെ ഖുൽ അല്ലാഹു സൂറത്ത് 10 വട്ടം, പ്രത്യേകിച്ച് ആ സൂറത്തിൻ്റെ പ്രത്യേകത ഉള്ള ഒരു വെറൈറ്റി ഉള്ള മാസം കൂടെയാണല്ലോ റജബ്. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ ഓതിയിട്ട് പാരായണം ചെയ്തിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ആ പുണ്യവചനം കൊണ്ട് കിട്ടുന്നത് ഒന്ന് ഇജാബത്താണ്, ആവശ്യ നിർവഹണമാണ്, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ്, നമുക്ക് സന്തോഷം വരലാണ്, ആ ഓതിൻ്റെ കൂലി കിട്ടലാണ്. 10 എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ അൽഹംദുലില്ലാ 3 വട്ടം തന്നെ 3 ആവർത്തിക്കുന്നുണ്ട്. 3 9, അതായത് 3 ഖത്തം ഓതിയ കൂലി, അതിന് സമാനമായൊരു കൂലി നമുക്ക് കിട്ടാൻ പോവുകയാണ്. 3 ഖത്തം തീർത്ത കൂലി നമുക്ക് കിട്ടും. പിന്നെയും എക്സ്ട്രാ ഒരെണ്ണം ബാലൻസാണ്. ഒരുപാട് പ്രതിഫലമാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരിക. 10 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക് ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന എന്ന് പുണ്യ റസൂൽ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിൽ വീട് കിട്ടുമെന്ന്. അപ്പോൾ സൗഭാഗ്യങ്ങളുടെ സൗഭാഗ്യമാണ്. അപ്പോൾ നാളെ ഞായറാഴ്ച ഈ ഒരു നേരം, ഉദയനേരം നോട്ട് ചെയ്യണം. ഈ കുഞ്ഞു സൂറത്ത് പാരായണം ചെയ്യണം, അല്ലെങ്കിൽ ഈ സ്വലാത്ത് 10 പാരായണം ചെയ്യണം. എന്നിട്ട് നമുക്ക് ദ്വാരക്കാം. ഇജാബത്ത് ഉറപ്പാണ്, ആവശ്യങ്ങൾ നിറവേറാൻ ഇതിനേക്കാൾ വലിയൊരു മാർഗ്ഗമില്ല. നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അൽഹംദുലില്ലാ ഈ ഞായറാഴ്ചയുടെ മറ്റു പ്രത്യേകതകൾ കൂടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നമ്മൾ പോയിട്ടുണ്ട്. അതെല്ലാം ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ റജബിലും ശഅബാനിലും ബറക്കത്തുകൾ നൽകി റമളാനിലേക്ക് ആഫിയത്തോടെ, ഇത് ഈ ഉസ്താദ് ആർക്കും ആമീൻ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ മനസ്സറിഞ്ഞ് പറയണം. അതിനും തടസ്സമില്ല. ഒരു നിസ്കാരമില്ലാത്ത സമയത്തും ഒരു പീരീഡ്സിൻ്റെ സമയവും അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ ചോദിക്കുന്നതിന് ഒരു പീരീഡ്സും തടസ്സമല്ല, മൻഇല്ല. നമുക്ക് ചോദിക്കാം. അത് സജീവമാകണം. ആ ദുആ സജീവമാകണം. എപ്പോഴെങ്കിലും മജ്‌ലിസിൽ ചൊല്ലി, എപ്പോഴെങ്കിലും അങ്ങനെയല്ല. നിസ്കാരശേഷം, നിസ്കാരമില്ലാത്തപ്പോൾ 5 വഖത്തിൻ്റെ സമയങ്ങളിലും അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ, പ്രത്യേകിച്ച് മഗ്‌രിബിന് തൊട്ടുമുള്ള നേരം തസ്ബീഹിലിട്ട് ദ്വാരക്കാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. മഗ്‌രിബിൻ്റെ സമയം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഇജാബത്താണ്, ദ്വാരക്കാം. അൽഹംദുലില്ലാ സുബഹിന് തൊട്ടുമുള്ള നേരം എണീക്കാം, ദ്വാരക്കാം. നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഉപയോഗപ്പെടുത്താമല്ലോ ആ നേരമൊക്കെ. ഭയങ്കര പൊന്നായ നേരമല്ലേ. അപ്പോൾ അവിടെയെല്ലാം ദുആകളും എല്ലാം നമ്മൾ നിറവേറ്റണം. പ്രത്യേകിച്ച് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ സൂറത്ത്. അതിൻ്റെ നന്മകൾ നഷ്ടപ്പെടാൻ പാടില്ല. പ്രത്യേകിച്ച് നാളത്തെ ഉദയനേരം ഒന്ന് ഓർത്തു വെക്കണം, നോട്ട് ചെയ്യണം. അല്ലാഹു സഹായിക്കട്ടെ, വിജയിപ്പിക്കട്ടെ, സലാമത്തിലാക്കട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله
لا يصرف السوء إلا الله